അവസാനം എന്നോട് ഡോക്ടേഴ്സിന്റെ എല്ലാവരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി അസുഖമൊന്നുമില്ല, ഞാൻ അസുഖം ഇമാജിൻ ചെയ്യാണെന്ന് അവർക്കൊരു സൈക്കോ ആണെന്നുള്ളൊരു ഇതിലോട്ട് വന്നു. അപ്പം നമ്മൾ ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത, ഇപ്പൊ പറയുമ്പം ഭയങ്കര വേദനയാണ്. ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. അതായത് ഒന്നിക്കും നമ്മൾ വേദനിക്കും, നമ്മളൊരിക്കും കടന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖം, കടന്നാലും വേദന, ഇരുന്നാലും വേദന. പിന്നെ അവസാനം ഡോക്ടേഴ്സിന്റെ ഒക്കെ ഇതൊന്നും ചൊക്കിയിട്ടൊന്നുമില്ല. അപ്പൊ എന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് തന്നെ പ്രശ്നമായിരിക്കും. അങ്ങനെ ആ മാനസിക രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കോ. അപ്പൊ അതിന്റെ സൈക്കോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ആശിഷ് ബെൻസ് എന്ന് പറഞ്ഞു, കണ്ണൂരിലല്ലേ, എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ട് ഓൾസോ. അപ്പൊ അദ്ദേഹം ആക്ച്വലി അവൻ എന്ന് പറയുന്നതാണ്, അവൻ ആക്ച്വലി പറഞ്ഞു നമുക്കൊന്നും കൂടി നന്നായി ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പോഴാണ് ഈ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ചെക്കിങ് മാറുന്നത്. ഇപ്പൊ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സിംറ്റം എന്താണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒന്നും എന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് ലൂസ് ചെയ്തു. അത് 2 മാസത്തിനുള്ളിൽ ഐ തിങ്ക് എനിക്ക് ഒരു 8.5 kg ഞാൻ കുറഞ്ഞു. പിന്നെ പെയിൻ, പിന്നെ എൻ്റെ ശരീരത്തിലൊക്കെ ഈ നോഡുകൾ പൊന്താൻ തുടങ്ങി. അപ്പോഴാണ് പറഞ്ഞ ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റൂമറ്റോളജിസ്റ്റ് ഉണ്ട്, മനേഷ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ അസുഖാന്തര സമയത്താണ് പുള്ളി പുറത്തുനിന്ന് ഇവിടുന്ന് പഠിച്ചു വരുന്നത്. അപ്പം ആദ്യം വിചാരിച്ചു ആർത്രൈറ്റീസ് ആണെന്ന് വിചാരിച്ചു, ആർത്രൈറ്റീസ്, ബിക്കോസ് മദറിന് ആർത്രൈറ്റീസിന്റെ ഇതുണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ ഫാമിലി ഹിസ്റ്ററി ഉണ്ടല്ലോ, വേറെ ഒന്നും ഫാമിലി ഹിസ്റ്ററി ഇല്ല, ഡയബറ്റീസിന്റെ ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ല, സാധ്യതയുള്ള സാധനമാണ്. അപ്പം ആർത്രൈറ്റീസ്. അപ്പം ബെൻസ് പറഞ്ഞു, ബെൻസ് എന്നാ വിളിക്കുന്നത്, അവന്റെ പേര് ആശിഷ് ബെൻസ് എന്നാണ്. ബെൻസ് പറഞ്ഞു നമുക്കൊന്ന് മനേഷിനെ കാണിക്കാന്ന് പറഞ്ഞു. അപ്പം മനേഷാണ് പറഞ്ഞ 1-2 പാരാമീറ്റേഴ്സ് ആർത്രൈറ്റീസ് ആയിട്ട് മാച്ച് ചെയ്താൽ നമുക്കൊന്നും കൂടി സ്കാൻ ചെയ്യണം. അപ്പൊ സ്കാൻ ചെയ്തപ്പോൾ കഴുത്തിൽ വലിയ വലിയ ലിംഫ് നോഡ് കണ്ടു. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ചെക്കിങ് മാറ്റി. സ്കാനിങ് നടക്കുമ്പോൾ അപ്പം തന്നെ അത് ക്യാൻസർ ആണോ എന്നുള്ളൊരു MRI സ്കാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ 2 ദിവസം മുമ്പ് ഈ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രം 24 മണിക്കൂറും നമ്മളിങ്ങനെ ഒരു ക്യാനിലിങ്ങനെ കൂട്ടി എന്തോ ഒരു പ്രോട്ടീൻ എന്തോ ചെക്ക് ചെയ്യാനാണ്. അപ്പൊ ഞാൻ അന്ന് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ക്യാനും പിടിച്ചിട്ടാണ് വീട്ടിൽ കയറി വരുന്നത്. മെലിഞ്ഞുണങ്ങിയിട്ട് അന്ന് അച്ഛൻ ചോദിച്ചിട്ട് എൻ്റെ കൈയൊക്കെ ഇത് എന്തുവാണ് നിനക്ക് എന്താ പറ്റിയെന്ന്. അപ്പൊ ഞാൻ അതും പിടിച്ചിട്ടാണ് പോകുന്നത്. അത് പിടിച്ചിട്ട് പോയപ്പോൾ ബെൻസ് വിളിച്ച് പറഞ്ഞു നാളെ നിനക്ക് MRI ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ. അപ്പൊ ഞാൻ ഇതും പിടിച്ച് ഞാൻ MRI സ്കാൻ ചെയ്യേണ്ടിയിട്ട് അവിടെ എത്തുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ, എങ്ങാനും ക്യാൻസർ ആണോ.